ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരാളെ കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യത്തിനുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ റിപ്ലൈ ഞാൻ അന്ന് തന്നെ കൊടുത്തിരുന്നു. അപ്പം എനിക്ക് തോന്നി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പം മറ്റുള്ളവർക്ക് സംശയം ഉണ്ടെങ്കിൽ അതോടെ മാറി കിട്ടുമല്ലോ എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ചോദിച്ചാൽ ഇങ്ങനെയായിരുന്നു, നമ്മൾ ഈ ഗ്രിഡ് മേക്കർ ആപ്പിൽ നമ്മൾ ഫോട്ടോ ഇങ്ങനെ ട്രെയിനിച്ചിട്ട് എടുക്കുമല്ലോ. അപ്പോൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ എത്ര സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെയിം സെൻറ്റിമീറ്റർ തന്നെയാണ് നമ്മൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്നോട് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രിഡ് മേക്കർ ആപ്പിൽ നമ്മൾ ഫോട്ടോ ഇങ്ങനെ എടുക്കുമ്പം നമുക്ക് സെൻറ്റിമീറ്റർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് എത്ര കോളംസ് ആണ് വേണ്ടത്, അതിൻ്റെ ഒരു സംഖ്യ, അതിൻ്റെ ഒരു എണ്ണമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എത്രയെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഫോട്ടോ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പം അതായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട സെൻറ്റിമീറ്റർ വരയ്ക്കേണ്ട ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ എടുക്കുമ്പം അതിനകത്ത് മാത്രം നമുക്ക് സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട് A4 എത്ര സെൻറ്റിമീറ്റർ എടുക്കണം, അല്ലെങ്കിൽ A3 വരയ്ക്കുമ്പം പേപ്പറിൽ വരയ്ക്കുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ എടുക്കണം എന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ കയറി നോക്കുക, ഞാൻ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു എത്ര സെൻറ്റിമീറ്റർ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ തന്നെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾക്ക് 2 സെൻറ്റിമീറ്റർ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോളംസ് നമുക്ക് അവിടെ വരയ്ക്കാൻ പറ്റുമോ, ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഗ്രിഡ് മേക്കർ ആപ്പിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ട്യൂട്ടോറിയൽ. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ ഗ്രിഡ് ലൈൻസിൽ എടുക്കുന്നതെന്നും, പിന്നെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് ഗ്രിഡ് ലൈൻസിനെ കട്ടി കുറയ്ക്കുന്നതെന്നും, പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഗ്രിഡ് ലൈൻസിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നും, പിന്നെ ഫോട്ടോ നമുക്ക് ഇതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം എനിക്കൊരു വീഡിയോ ചെയ്യാനുള്ളൊരു വിഷയം കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളെന്നും ഈ ഫോട്ടോസ് വരയ്ക്കാതെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എത്താൻ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല്. അപ്പോൾ ഞാൻ പറയുന്ന സംശയങ്ങളൊക്കെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക.